ഞങ്ങൾ ഇന്ന് വണ്ടൂരുള്ള ഫൺ സിറ്റി പാർക്കിൽ പോവാണ് കേട്ടോ. കുറേ ദിവസമായി പോകണമെന്ന് വിചാരിച്ചിട്ട്. ഇത്ര അടുത്തൊരു പാർക്ക് ഉണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല. അപ്പം എന്നാൽ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ ഞങ്ങളൊന്ന് പോകാൻ വിചാരിച്ചിട്ടോ. കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റും ആവുകയും ചെയ്യും. വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കും. എന്നെ കൊണ്ടുപോകാം. അത് അങ്ങോട്ട് നോക്ക് ആ പോണേ വിളിച്ചേ നിൽക്കാൻ പറ. എന്ത് ഞൊട്ടങ്ങ കാണിച്ചു കൊടുക്ക കുട്ടിക്ക്. ഞൊട്ടങ്ങ അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തിട്ടോ. പക്ഷെ നല്ല വെയിലായിരുന്നു. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് റൈഡിലൊക്കെ കയറാമെന്ന് കരുതിട്ടോ. ഇവിടെ വന്നിരുന്നോളി, ഇപ്പൊ ആൾക്കാർ വരലേ തുടങ്ങിയിട്ടുള്ളൂ. പൂളിലൊന്നും ഇറങ്ങണ്ടെന്നോട്ടെ ഞങ്ങൾ ആദ്യം വിചാരിച്ചിന്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഐശുവിനും പാത്തൂനും നല്ല ആഗ്രഹം കേട്ടോ വെള്ളത്തിൽ ഇറങ്ങി കളിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് ഒരുവിധ റൈഡിലൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത്ര നേരം വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഹൊറർ പ്ലാനറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. വെയിലൊന്നും അറിയിട്ട് പൂളിൽ ഇറങ്ങാന്ന് വിചാരിച്ച് ഞാൻ കെട്ടിന്റെ പണി തന്നെ കേട്ടോ കിട്ടിയത്. നല്ല മഴ പെയ്തു. ആരോട് വെള്ളാക്കിയത് കുഞ്ഞെ? അങ്ങോട്ട് പോണ്ടേ. മഴയൊക്കെ മാറിയിട്ട് പൂളിൽ ഇറങ്ങാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. പക്ഷെ പൂളിലൊന്നും ഇറങ്ങാനും പറ്റിയില്ല, വേറെ റൈഡിലൊന്നും കയറാനും പറ്റിയില്ല കേട്ടോ. വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ആകെ അലമ്പായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് കണ്ടത്. അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ ഐശ്വര്യ ഇതിൽ കയറണം എന്ന് പറയും എന്ന് പറയലുണ്ട്. പക്ഷേ ഞാൻ പേടിയായിട്ട് കയറ്റലില്ലായിരുന്നു കേട്ടോ. എന്നാൽ അവളുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുക്കാൻ. പൂളിൽ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഹൊറർ പ്ലാനറ്റ് അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല വേർത്തായിട്ട് തോന്നി. ഐശ്വര്യ ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം ഓളയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓളെ ഇറങ്ങിയപ്പോൾ നല്ല നേരം വൈകി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കേട്ടോ.